മിസ് ഇന്ത്യ കോntest എത്താറായി മോളെ. നീ ഇനിയും പ്രാക്ടീസ് ചെയ്യണം. യു നീഡ് ടു ഹാർഡ് വർക്ക്. യെസ് മമ്മി, ഐ നോ. എന്തോ പരീക്ഷയ്ക്ക് പോകാനുള്ള പോലെയാ പേപ്പർ വായിക്കുന്നത്. ആ സമയത്തിന് വല്ല ജോലിക്കും പോക്കൂടെ? അതിന് വല്ല ജോലിയും വേണ്ടേ മമ്മി? ഗുഡ് മോർണിംഗ് മാം. എന്താ ജോഗിങ്ങിനാണോ? എന്തായാലും നന്നായി. ഇയാളിതെന്തിനാ വന്നത്? ഈ കോളനിയിലെ നിങ്ങളെ കുറിച്ച് ഒരു വാർത്തയുണ്ട്. ന്യൂസോ? നിങ്ങൾ രണ്ടുപേരും അമ്മയും മകളെയും പോലെ അല്ല, അനീതിയും ചേച്ചിയെന്നാ പറയുന്നേ. അല്ല, ഇതിനു മുമ്പ് നമ്മൾ കണ്ടപ്പോഴേ വീട്ടുവേലയ്ക്ക് ജോലിക്കാരനാരെങ്കിലും വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇവന്റെ പേര് നാരായണൻ, പാലക്കാട്ടുകാരനാ, നല്ല ചെറുക്കനാ. നമസ്കാരം മേഡം. നമസ്കാരം. പക്ഷെ ഇപ്പൊ ആവശ്യമില്ലല്ലോ, ഇവിടെ തേജ ഉണ്ടല്ലോ. ആ സൂപ്പറായി. അല്ല, ഇപ്രാവശ്യത്തെ മെയിന്റനൻസ് അവനോട് ചോദിച്ചു വാങ്ങിച്ചോ? ഓ സന്തോഷം. മമ്മി ലെറ്റ്സ് ഗോ. ഓക്കേ ഡാർലിംഗ്. അമ്മേ, അതെവിടെ വെച്ചേന്ന് അമ്മയ്ക്ക് ഓർമ്മയില്ല. ചുമ്മാതിരിക്കുകയാണോ? ഈ നല്ല കാലത്തിന് കാരണക്കാരൻ നീയാ. ഈ വീടിന്റെ കാര്യസ്ഥൻ ഇപ്പൊ നീയല്ലേ? അതും മരുമകനായിരിക്കുന്നത് വലിയ കാര്യം. ഇതിനു മുമ്പ് സോപ്പ് കച്ചവടമായിരുന്നല്ലേ? അല്ല, അയ്യോ, അതെന്താ അങ്ങനെ ചോദിച്ചത്? തേച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ, അതാ. എന്ത് സോപ്പ്? നന്നായിട്ടുണ്ട്. വരാവേ. നടക്കടാ. ഇവരൊക്കെ വലിയ വിവരമുള്ള ആൾക്കാരല്ലേ. നമുക്ക് IPS IAS ഒന്നും ഇല്ലല്ലോ. അളിയ പറയടാ. എവിടെയാ? അരമണിക്കൂറിനുള്ളിൽ ഞാൻ അതിന് മുന്നിലെത്തും. ഇനി 1/2 മണിക്കൂർ എടുക്കൂ. എടാ, അവരിപ്പോ പോയതേ ഉള്ളൂ, നീ വേഗം വാ. ഞാൻ പുറപ്പെട്ടെങ്കിൽ എത്തണ്ടേടാ. ഇതാ ഒന്നും മനസ്സിലാക്കടാ. എടാ വേഗം വാടാ ഒന്ന്. അളിയ, എടാ കേൾക്കുന്നുണ്ടോ? ഹലോ അളിയ, ഹലോ. ഏയ്, നീ എത്തിയോ? മീറ്റ് മൈ ഫ്രണ്ട് ഇലക്ട്രിക് ഭാഷ. ഇവന്റെ അടുത്ത് എന്ത് കാര്യം ഏൽപ്പിച്ചാലും 10 മിനിറ്റ് കൊണ്ട് തീർക്കും. നൈസ് ടു നീ തന്നെ കണ്ടോ? നൈസ്. ഇവിടെ എന്താടാ പല്ല് വിളിച്ചോണ്ടിരിക്കുന്നത്? പോയിട്ട് പണി ചെയ്യ്. ഓക്കേ. എടാ പ്ലാൻ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നടക്കും. പെർഫെക്റ്റ്. പ്ലാൻ ചെയ്ത് ആരാന്നറിയോടാ? ആരാളിയ? എടാ, ഞാൻ തന്നെയാ ചെയ്തെന്ന് പറഞ്ഞതാ. സോറി അളിയ. അല്ലളിയ, ഈ പ്ലാൻ കൊണ്ട് ആർക്കും ആപത്തൊന്നും ഉണ്ടാവില്ലല്ലോ. ക്ലിയർ ആയിട്ട് പറയാം, ക്ലാരിറ്റിയോടെ കേട്ടോ. പറ. കുളിക്കാനായിട്ട് നിന്റെ അമ്മ ബാത്റൂമിലേക്ക് കാലെടുത്ത് വെക്കും. ചൂട് വെള്ളത്തിനായിട്ട് സ്വിച്ച് ഓൺ ചെയ്യും. അപ്പോ ഷോക്ക് അടിക്കും. കാക്കയെ പോലെ കരിഞ്ഞു വീഴും. ഹോസ്പിറ്റലിൽ പോയി കിടന്നോളും. അളിയ, ജീവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലടാ ഞാൻ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഞാൻ ചുടു കാണുന്ന പറയില്ലടാ. വീണ്ടും പറയുന്നു, ശ്രദ്ധിച്ച് കേക്ക്. ഇനി ഒരിക്കൽ കൂടി ഞാൻ പറയില്ല. നമ്മുടെ സമയം നന്നാണെങ്കിൽ കറണ്ട് അടിച്ചുടനെ കാല് മരവിച്ചു പോകും. നമ്മുടെ ടൈം ഇനിയും നന്നായാല് കൈയും മരവിച്ചു പോകും. ഇതിലും നല്ല സമയമാണെങ്കിൽ കൈയും കാലും രണ്ടും മരവിച്ചു പോകും. ഹോസ്പിറ്റലിൽ പോയി കിടന്നോളും. പിന്നെ നമുക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. നമ്മുടെ പ്ലാൻ സക്സസ്. എനിക്കെതിരാടാ ഷോക്ക് വെക്കുന്നേ? പോയി സ്പോട്ടിൽ വെക്കടാ. കണ്ടുപിടിച്ചു. ഫോളോ മീ. ഫോളോ മീ. സ്പോട്ട് കാണിച്ചു കൊടുക്കാം. പിന്നെ അവൻ ഏറ്റു. ഡാ, ഇത്രയും ആവേശം കാണിക്കലടാ. ഞങ്ങൾ വന്നോട്ടെ. ഏത് ഭാഗത്താടാ അവൻ പോയെ? ഇങ്ങോട്ടായിരിക്കും. എന്നാ നമുക്ക് ആ ഭാഗത്ത് പോവാം. ഇതാടാ നമ്മുടെ ആളുടെ ടാലന്റ്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവൻ തന്നെ സ്പോട്ട് കണ്ടുപിടിച്ച് വെച്ചോളും. അളിയ, അളിയ എന്താടാ? അവനെ കണ്ടിട്ട് കള്ള ലക്ഷണം ഉണ്ടാ. ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നില്ലേ? കാണാൻ ലുക്കിലെന്നേ ഉള്ളൂ. അവൻ വലിയ വലിയ കമ്പനിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവനാ. ഞങ്ങൾക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിൽ നിന്നെ വിളിക്കാന്നാ പറഞ്ഞത്. നീ പണിയെടുക്ക്. എന്താന്നറിയില്ല, അവനെ കണ്ടിട്ടൊരു കള്ള ലക്ഷണം. ഫേസ് അങ്ങനെയാന്നേ ഉള്ളൂ. അവൻ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യും. അതൊന്നും ഇല്ലടാ. ഞങ്ങൾ തമ്മിൽ വേറെ കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുക. നീ പണിയെടുക്ക്. നീ കൂട്ടിക്കൊണ്ട് വന്നല്ലേ, അതാ എനിക്ക് വിശ്വസിക്കാൻ. എന്നെ നീ വിശ്വസിക്കുക, അല്ലെങ്കിൽ പ്ലാൻ വർക്കൗട്ട് ആവില്ല കേട്ടോ. പണി തീർത്ത് കഴിഞ്ഞോടാ. സ്വിച്ച് ഓൺ ചെയ്തോളൂ. ശരി. എന്തോ വിശ്വാസമായില്ലേ? ഭാഷയെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂസ് പോകും. അവൻ സംശയിച്ചേ എന്നെ എന്തിനാണ് നീ ചോക്ക് വെച്ചത്? സാമ്പിൾ ഇതിനേക്കാൾ കുറച്ച് കൂടിയത് അവിടെ വെച്ചിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ചേട്ടാ, ഞാൻ ഭയങ്കര ബിസിയാ. ഇവിടെ എന്റെ ജോലി തീർന്നു. മൂവിറ്റ്. എങ്ങനെയുണ്ടോ? കൊണ്ടുകൈ നിന്റെ അമ്മായിയമ്മല്ലേ? ഞാൻ ഒളിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എന്തിനാണ് പന്നി ഒളിച്ചിരിക്കുന്നത്? അതെല്ലോ, അത് ശരിയാണല്ലോ. നീ ഒന്ന് അങ്ങോട്ട് പോടാ. അളിയ പേടിയാവുന്നളിയ. ഇവനെ കൊണ്ടൊന്നും പോടാ. പറഞ്ഞല്ലേ ഇന്നലെ ചെയ്യണേ. തീർച്ചയായിട്ടും മമ്മി. പറഞ്ഞ കാര്യം നടക്കണ്ട. ഓ അയ്യോ, എനിക്ക് തലവേദന എടുക്കുന്നു മമ്മി. അയ്യോ, എന്താ ഒരു ടെൻഷൻ പോലെ? എന്ത് ടെൻഷൻ? ടെൻഷൻ ഒന്നുമില്ലല്ലോ.
മമ്മി മമ്മിക്ക് അറിഞ്ഞൂടെ ഇവൻ എപ്പോ നോക്കിയാലും നുണയെ പറയുള്ളൂ. എനിക്കറിയാം. ഓക്കെ ബേബി, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങണം. എന്തുവാ? മമ്മി എന്റെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല. അതുകൊണ്ട് മമ്മിയുടെ ബാത്റൂമിൽ ഞാൻ പോയി ഒന്ന് കുളിച്ചോട്ടെ. കുളിക്കാൻ വേണ്ടി ബാത്റൂമിലോട്ട് ഇപ്പൊ പോവടാ. ചൂടുവെള്ളത്തിനായിട്ട് സ്വിച്ചിൽ ഇപ്പൊ കൈ വെക്കും. മമ്മി ആന്റി എന്തിനാടാ മമ്മി എന്ന് വിളിക്കുന്നത്? അയ്യോ ശ്രുതിയുടെ ശബ്ദമല്ലേ? ഞാൻ പെട്ടെന്ന് പോയി രക്ഷിക്കാൻ നോക്ക്. Shock like a 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 ദൈവമേ, ഈ മകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സ്വീകരിക്കണമേ. ഇവൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും പുറത്ത് അവിടെ നിന്ന് കൈക്കൊള്ളണമെന്ന്, ഈ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പാറി പറന്ന ഈ മാലാഖയെ കൈക്കൊള്ളണമെന്ന്. മച്ചാനെ, ഇങ്ങനെ ഒരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. നമ്മള് വെച്ച കെണി നിന്റെ ഭാര്യ തന്നെ വന്ന് വീണു പോയല്ലോടാ. എന്നാലും നീ ഇപ്പൊ ഹാപ്പി അല്ലേ? ഇതെങ്ങനെയാ സംഭവിച്ചത്? കാക്കയെ പോലെ ഷോക്ക് അടിച്ചതാ. എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും ഗ്യാസ് സ്റ്റോവ് പൊട്ടിത്തെറിച്ചു. കറണ്ട് അടിച്ചു അപേക്ഷിക്കുന്നു. ഇവളുടെ ജീവിതത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത്രയ്ക്ക് ദൂരം എന്തിനാ പോകുന്നത്? ഇവിടെ കൊണ്ടുവന്നാ പോലും. അല്ല, അതിനുള്ളിൽ ജീവൻ പോയി. ഓഹോ, വിചാരിച്ചതൊന്ന് നടന്നതൊന്നും. അമ്മായിയമ്മയ്ക്ക് വെച്ച പ്ലാൻ മരുമോൾക്ക് വർക്കൗട്ടായി. അവള് ലോകം വിട്ട് പോവുകയും ചെയ്തു. അമ്മായിയമ്മ കോമയിലായിട്ട് ആശുപത്രിയിൽ കിടപ്പാണ്. ഇനി എന്താ ചെയ്യുന്ന അറിയാതെ താടിയും വളർത്തിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുക. പാവം. ഇതൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവനെ വീണ്ടും സുഖപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം എന്റെ തലയിലായി. എന്താടാ നീ ഒരു പഴയ ഷൂസ് പോയിന്ന് വെച്ച് പുതിയ ഷൂസ് ആരെങ്കിലും വാങ്ങാതിരിക്കോ? ടീഷർട്ട് പോയാൽ നമ്മൾ പുതിയ ടീഷർട്ട് വാങ്ങില്ലേ? വാങ്ങണോടാ, അതല്ലേ ലൈഫ്. ആ ആരടാ ശ്വേത. എന്താ നോയിക്കൊണ്ടിരുന്ന? എടുക്ക്. അത് നിനക്ക് ഇനിയും കാര്യം മനസ്സിലായില്ലേ? നിനക്ക് റിംഗ് ആയത് ഫോൺ ബെല്ലല്ലടാ, നിന്റെ ജീവിതത്തിലേക്കുള്ള പുതിയൊരു ബെല്ലാണ്. ദൈവം എന്താ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. നീ ഫോൺ എടുക്ക്. എടുക്കടാ. ഹലോ. ഹായ്, ബിസിയാണോ? ബിസി ഇല്ല, ഞാൻ ഫ്രീയാ. പറഞ്ഞു. ഞാൻ വിളിച്ചത് ഇന്ന് വൈകിട്ട് ഫ്രീ ആണെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരൂ. വീട്ടിലേക്ക്? എനിത്തിങ് സ്പെഷ്യൽ? യാ, എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേയാ. നീ വന്നാ നന്നായിരിക്കും. പാർട്ടി ഓക്കേ എന്ന് പറ. യാ ഷുവർ, ഐ വിൽ ബി ദേർ. താങ്ക്സ്. ഓക്കേ, താങ്ക് യു. ഇറ്റ്സ് ഓക്കേ. ബൈ. ബൈ. എന്താടി, എന്റെ ബർത്ത്ഡേ നീയാണോ ആഘോഷിക്കുന്നേ? ചേ, നോ വേ. യു ലൈക്ക് ഹിം? Hey, what? ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യ കേട്ടോ. നീ വെറുതെ കൊളവാക്കല്ലേ. സൈലന്റ് ആയിരിക്കട്ടോ. Hey, hi guys. Welcome. Thank you so much for coming. താങ്ക്സ് ഫോർ കോളിംഗ്. Please come. വാടാ മച്ചാനെ, വാ. ഹായ്. എന്തിനാ വന്ന്? നിന്നെ ആരും വിളിച്ചില്ലല്ലോ. എന്നെ ആരും വിളിക്കണ്ട, ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നിന്റെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഇവനെ കൊണ്ട് വലിയ ശല്യം. Excuse me. എക്സ്ക്യൂസ് മീ. ഹലോ. അതൊന്നുമില്ലടാ, ഒരു ചെറിയ ഡൗട്ടാ. അല്ല, ഈ ലവ് ചെയ്ത ശേഷം ഇങ്ങനെ ആവുന്നാണോ അതോ പ്രേമിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാണോ? ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ തന്നെയല്ലേ? വെറുതെ വായി നോക്കി ഇരിക്കുന്നല്ലോ. എന്താ കാര്യം? കോമഡിക്കായിട്ട് പറഞ്ഞാടാ. ഇവരെന്റെ ഫ്രണ്ട്സാ ഗൈസ്, തേജ് ആൻഡ് ചണ്ടി. ഹായ്. പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഹായ്, ഐ ആം ചണ്ടി. അതിനെന്താ? കോമഡി കണ്ടോ? നിങ്ങളെ പറ്റി ഞങ്ങൾ കൊറേ കേട്ടിട്ടുണ്ട്. ആണോ? എന്താ കേട്ടോ? നിങ്ങൾ ഫാഷൻ ഡിസൈനർ അല്ലേ? ഓ
ആ കാര്യം നിങ്ങളെ കുറിച്ച് ഞങ്ങള് വേറൊരു കാര്യം കേട്ടു. അതെന്താണ്? ഉണ്ടോ? പാർട്ടി പാർട്ടി. പാർട്ടി. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് അപ്പോഴേ അറിയാവുന്നടാ, പാർട്ടിക്ക് വിളിച്ച എന്നെ അല്ല നിന്നെയാ. എല്ലാം കണ്ടോണ്ടിരിക്കല്ലേ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? ഈ രോഗമാകുന്ന പൂന്തോട്ടത്തില് നമ്മളൊരു സപ്പോർട്ടാ പഴം, അത്രേ ഉള്ളൂ. ഏയ്, ഞാൻ മാതളപ്പഴമാണ്. എന്നാ നീ ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചോ. ഏതാണ് സോറി, എന്റെ ഫ്രണ്ട്സ് എന്തൊക്കെയോ തമാശ കാണിച്ചതാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ ഇതുപോലെ ഹാപ്പി ആയിട്ടിരുന്നിട്ട് കുറെ നാളായി. അങ്ങനെയാണോ? ഇവിടെ ഓക്കെ. നമ്മളെ കുറിച്ച് എന്റെ ഫ്രണ്ട്സിനോട് എന്താ ഞാൻ പറയണ്ടേ? മനസ്സിലായില്ല. യു നോ, കൊളീഗ്സ്, ഫ്രണ്ട്സ്, വെൽ വിഷർ. നിനക്ക് എന്താണോ പറയാൻ തോന്നുന്നു നീ അത് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവൻ ഇത്ര പൊട്ടനായി പോയല്ലോ. ഇവനോട് ഞാൻ ഇനി എന്താ പറയണ്ടേ? ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം. എന്നെ പറ്റി എന്തൊക്കെയാ പറയാനുള്ള? നീ ഒരു നല്ല കുട്ടിയല്ലേ? ഓ ഗോഡ്. അതല്ല, വേറെ യു നോ. എന്നെ പറ്റി നിന്റെ ഒപ്പീനിയൻ എന്താ? നിന്നോട് എനിക്ക് കോളേജിൽ വെച്ച് ഒരുപാട്. ശ്വേത, ഒന്നിങ്ങോട്ട് വന്നേ. യാ കമ്മിങ്. എക്സ്ക്യൂസ് മീ.